ഇപ്പം നമ്മൾ ഇടയ്ക്ക് പരാമർശിച്ചു പോയൊരു പേരുണ്ട് പൊന്നിയിൻ സെൽവൻ എന്ന്. അപ്പം നമ്മൾ മണിരത്നം സാറിനെ സിനിമയെ സ്നേഹിക്കുന്നതിൽ ഒരു സിനിമയുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് കാണുകയാണ്. നേരത്തെ റഹ്മാൻ സാറിലേക്ക് അപ്രോച്ച് വന്നിരുന്നെങ്കിലും ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയായിരുന്നു സാറുമൊത്തുള്ള ഒരു എക്സ്പീരിയൻസ്, വർക്കിംഗ് എക്സ്പീരിയൻസ്? ഈസ് എ ഗ്രേറ്റ് ഡയറക്ടർ. ഇറ്റ്സ് എ ഫെദർ ഇൻ യുവർ ഹാറ്റ്. നമുക്ക് ഇങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാനും ഒരു എക്സ്പീരിയൻസ് ഒക്കെ. ഞാൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വന്നത്. കാരണം തമിഴിൽ പോയതിന് ശേഷം ഒന്ന് രണ്ട് ടൈം എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ചില കാരണം കൊണ്ട് ഡേറ്റ്സ് ക്ലാഷ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നേരത്തെ ഒന്ന് രണ്ട് സിനിമകൾ. ഇതിലെങ്കിലും എനിക്ക് കിട്ടി. പിന്നെ പൊന്നിയിൻ സെൽവത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇതേ സിനിമ ഇതേ സബ്ജക്റ്റ് 10-20 വർഷം മുന്നേ പലരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയൊക്കെ. എൻ്റെ അടുത്ത് വന്നതായിരുന്നു വേറൊരു ക്യാരക്ടറായിട്ട് കാർത്തി ചെയ്ത റോളായിട്ട് സൺ ടി വി ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല, ബഡ്ജറ്റൊക്കെ കൂടിയിട്ട്. പിന്നെ ഇപ്പോൾ മണി സാർ വിളിക്കുന്നു, പോകുന്നു. എനിക്ക് തന്ന ക്യാരക്ടർ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. ഒരു ഭയങ്കര അനുഭവമാണ്. ഇതൊക്കെ ഒരു ഫെദർ ഇൻ ദ ഹാറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും മൻസാറിനോട് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന അഞ്ജലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. ഇപ്പോൾ റഹ്മാൻ പറഞ്ഞ പോലെ മൻസാറിനോട് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസാണ്. ഭരതേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന അതേ സുഖമാണ്. അതുപോലെ അവർക്ക് മാസ്റ്റേഴ്സാണ്. അതെ, അവരോട് വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അതുപോലെ അവരുടെ സ്പിരിറ്റ് കീപ്പപ്പ് ചെയ്യുന്നു. അത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതേ സ്പിരിറ്റും അതേ എനർജിയും കീപ്പപ്പ് ചെയ്താണ് അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ഒരു സിൻസിയർ അപ്രോച്ചാണ് ആ സിനിമയോടുള്ള ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ദർ ഈസ് അബ്സല്യൂട്ട്ലി നത്തിങ്. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. കറക്റ്റ് ആ ഷോട്ട് എവിടെയാണ് ബുൾസൈൽ അടിക്കുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. എന്തൊക്കെ ചുറ്റി കിടന്ന് കളിച്ചാലും അങ്ങനെ ഒരു സംഭവം ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് വലിയൊരു ഭാഗ്യമാണ് മത്സാറിൻ്റെ കൂടെ ഭരതേട്ടൻ്റെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റിയത്. എനിക്കൊന്ന് റഹ്മാൻ സാറിനെ കുറിച്ച് അടുത്ത തലമുറ മദ്രാസ് ടോക്കീസിൽ അലീഷ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ മോള് വന്ന് പറയാറുണ്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ? അത് ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ട്. അയ്യോ, അതൊരു വലിയ ഇതാണല്ലേ, കാരണം അടുത്ത തലമുറയും സിനിമയിലേക്ക് തന്നെ എത്തുക എന്നുള്ളത്.